അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കേൾക്കലും പറയലുമെല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ ഒരൊറ്റ നിമിഷം പ്രവേശിക്കൽ കൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് എത്ര വലിയ പരീക്ഷണങ്ങൾ സഹിച്ചവനാണെങ്കിലും, എത്ര വലിയ ത്യാഗം സഹിച്ചവനാണെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ട് സഹിച്ചവനാണെങ്കിലും ഒരൊറ്റ നിമിഷം സ്വർഗീയ സുഖം അനുഭവിക്കുമ്പോഴേക്ക് അവനെല്ലാം മറക്കുമെന്നാണ്. പിന്നെ അവനോട് വല്ല പരീക്ഷണവും വല്ല ബുദ്ധിമുട്ടും വല്ല ത്യാഗവും ദുനിയാവിൽ വെച്ച് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഓർമ്മ പോലുമില്ലാത്ത രീതിയിലുള്ള സമീപനമായിരിക്കും. അത്രയും സുഖ സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു ഒരു മനുഷ്യന് 8 മക്കളെ നൽകി. ആ 8 മക്കളും ദാരുണമായി ഭീകര രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഓരോ കുട്ടിയും മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു പരീക്ഷണം അല്ലാഹു ഒരു മനുഷ്യന് നൽകുകയാണ്. ആ 8 മക്കളും മരിച്ചു തീർന്നു. എത്രത്തോളം മാനസികമായ പരീക്ഷണമാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹധർമ്മിണി, പ്രിയപ്പെട്ട ഭാര്യ ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നത്. അതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതം തളർന്നു. ഇനി കുടുംബം എന്ന് പറയാൻ ആരുമില്ലാതെ ഈ ലോകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വാഹന അപകടത്തിൽ ഈ മനുഷ്യനും മരണപ്പെടുന്നത്. എത്ര വലിയ പരീക്ഷണമാണ് ഈ മനുഷ്യൻ ഏറ്റെടുത്തത്. പക്ഷേ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഈ മനുഷ്യനോട് ചോദിക്കും, താങ്കൾക്ക് ദുനിയാവിൽ വല്ല അദാബുകളും വല്ല പരീക്ഷണങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറയും, ഇല്ലല്ലോ അല്ലാ, ഒരു പരീക്ഷണം എനിക്കുണ്ടായിട്ടില്ലല്ലോ. എന്നാലും നീ ആലോചിച്ച് നോക്ക്. ഇല്ല റബ്ബേ, ഒരു പരീക്ഷണവും എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് അല്ലാഹുവിനോട് ആ മനുഷ്യൻ പറയുമെന്ന്. എന്നാൽ ഇത്രയും വലിയ സൗഭാഗ്യമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗീയ സുഖം പോലും മറന്നുപോകുന്ന വലിയ സുഖാസ്വാദനത്തിന്റെ ഉത്തുംഗതയിലെത്തിയ ഒരു സുഖം, അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ ലിഖാ ആണ്. അല്ലാഹു പ്രകടമാവുക. എന്താണ് അല്ലാഹു? അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹുവിന്റെ അസ്തിത്വം നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലാഹു. ആ അല്ലാഹു എന്താണോ ആ രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക്, സൃഷ്ടികളുടെ മുമ്പിലേക്ക് വെളിവാകുന്ന ആ ഒരു കാര്യമാണ് ലിഖാ, അല്ലാഹുവിന്റെ ലിഖാ എന്ന് പറയുന്നത്. 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന രീതിയിൽ തിക്കും തിരക്കുമില്ലാതെ എല്ലാ ആളുകൾക്കും നിറ കണ്ണുകളോടെ കാണാൻ, മുഴുവനായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന അല്ലാഹുവിന്റെ ലിഖാ, അത് വെളിവാകുമ്പോഴേക്ക് സ്വർഗീയ സുഖം പോലും മറന്നുപോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ ലിഖാ ലഭിക്കുന്ന കൂട്ടത്തിൽ നാം എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഇന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് അതിനുള്ള തൗഫീഖിന് വേണ്ടി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ അഹ്ലുകാരോ? ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹ്ലുല്ലാഹി ഫി ദുനിയ, ദുനിയാവിലെ അല്ലാഹുവിന്റെ അഹ്ലുകാർ അല്ലദീന യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം, അത് നെഞ്ചോട് ചേർത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയവർക്ക് മാത്രമേ നാളെ ഈ തൗഫീഖ് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ പറയലും കേൾക്കലും എല്ലാം ഇൽമിയായ ചർച്ചകൾ മുഴുവനും അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.